എല്ലാവർക്കും നമസ്കാരം. നാരായണീയത്തിന്റെ ആഴങ്ങളിലേക്കുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ രണ്ടാം ദശകത്തിലെ അവസാനത്തെ 5 ശ്ലോകങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഭക്തിയോഗം എന്ന മനോഹരമായ മാർഗത്തെക്കുറിച്ചും അത് മറ്റു വഴികളിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുന്നുവെന്നും ഭട്ടതിരി നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് നോക്കാം. നമുക്കീയൊരു ചിന്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണിത് പറയുന്നത്? തീവ്രമായ സ്നേഹമാണ് ഭക്തി. അതാർക്ക് വേണമെങ്കിലും ഒരു പ്രയാസവുമില്ലാതെ നേടാൻ പറ്റുന്നൊന്നാണ്. ഈയൊരാശയം തന്നെയാണ് ഈ ദശകത്തിന്റെ കാതൽ. ശരി, അപ്പോ ഭട്ടതിരി ഇതെങ്ങനെയാണ് വർണ്ണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഭഗവാന്റെ രൂപം. ആ രൂപം ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് കവി പറയുന്നത്. ഭഗവാന്റെ ആ സൗന്ദര്യം ഒരു ഭക്തന്റെ മനസ്സിലും ശരീരത്തിലും എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ദശകം 2-ലെ 6-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഭഗവാന്റെ രൂപസൗന്ദര്യം ഒരു ഭക്തന്റെ മനസ്സിലുണ്ടാക്കുന്ന ആ ഒരു ആനന്ദത്തെക്കുറിച്ചാണ് ഇതിൽ വർണ്ണിക്കുന്നത്. ഏവം ഭൂത മനോജ്ഞിതാന വസുധാനിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യഃ പ്രയരതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിഷീതവാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈഃ. ഒന്ന് നോക്കണേ, ഭഗവാന്റെ രൂപം എങ്ങനെയുള്ളതാണെന്നാ പറയുന്നത്. അതെപ്പോഴും പുതിയ അമൃത് പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പരമമായ ബോധവും ആനന്ദവും അതിൽ നിറഞ്ഞിരിക്കുന്നു. ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ അത് പിടിച്ചെടുക്കും, നമ്മളെ ആനന്ദിപ്പിക്കും. ശരീരത്തിലാണെങ്കിലോ രോമാഞ്ചമുണ്ടാവും. അറിയാതെ തന്നെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണുനീർ ഒഴുകിവരും. ഭക്തിയുടെ ആദ്യത്തെ അനുഭവം പോലും അത്രയ്ക്ക് തീവ്രമാണ്. ശരി, ഇനി അടുത്തതായി ഭട്ടതിരി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഭക്തിയുടെ മാർഗത്തെ കർമ്മം, ജ്ഞാനം തുടങ്ങിയ മറ്റു മാർഗങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഭക്തിയോഗം ഏറ്റവും നല്ലത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഭക്തിയുടെ ഈ ഒരു ശ്രേഷ്ഠത പറയുന്ന ദശകം 2-ലെ 7-ാമത്തെ ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിതോ യോഗസ്യ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയത്തെ സൗന്ദര്യൈകരസാത്മകേ ത്വൈ ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർ നിശ്രമമേവ വിശ്വപുരുഷൈർലഭ്യാ രമാവല്ലഭ. കണ്ടില്ലേ, വലിയ വലിയ യോഗികൾ പോലും ഭക്തിയോഗമാണ് കർമ്മ ജ്ഞാനയോഗങ്ങളെക്കാൾ നല്ലതെന്ന് പുകഴ്ത്തുന്നത് വെറുതെയല്ല. അതിനൊരു കാരണമുണ്ട്. സൗന്ദര്യത്തിന്റെയെല്ലാം സാരമായ ഭഗവാനിൽ തീവ്രമായ സ്നേഹത്തോടെ ഭക്തിവയ്ക്കാൻ ആർക്കും പറ്റും. അതിന് വലിയ പ്രയാസമൊന്നുമില്ല. മറ്റുള്ള വഴികൾക്ക് കഠിനമായ സാധനകൾ വേണം. പക്ഷേ സ്നേഹിക്കാൻ നമുക്ക് പ്രത്യേക സാധനയുടെ ആവശ്യമില്ല, അല്ലേ? അത് സ്വാഭാവികമായി വരുന്ന ഒന്നാണ്. ഇനി അടുത്ത ശ്ലോകത്തില്, അതായത് 8-ാമത്തെ ശ്ലോകത്തില് ഈ 3 വഴികളും തമ്മിലുള്ള വ്യത്യാസം കുറച്ചുകൂടി ആഴത്തിൽ ഭട്ടതിരി നമുക്ക് കാണിച്ചു തരികയാണ്. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദോപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ തത്വാവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ് വിഭോ ത്വത് പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. ഇവിടെ വളരെ ലളിതമായിട്ട് ഈ വഴികൾ തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട്. കർമ്മയോഗം, അതായത് ഫലമൊന്നും ആഗ്രഹിക്കാതെ നമ്മുടെ കർമ്മം ചെയ്യുക എന്നത്, അതിന് ഫലം കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. ഇനി ജ്ഞാനയോഗത്തിന്റെ കാര്യമെടുത്താലോ, അറിവിലൂടെയും തത്വവിചാരത്തിലൂടെയുമുള്ള ആ വഴി ബ്രഹ്മമെന്നത് നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്ത ഒന്നായതുകൊണ്ട് സാധാരണ മനസ്സിന് അത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷേ ഭഗവാനോടുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഭക്തി അതെപ്പോഴും ഏറ്റവും മധുരമുള്ളതും നമുക്കേറ്റവും ഗുണകരമായ മാർഗമാണ്. അപ്പോ ഈ ഭക്തിയുടെ വഴി എങ്ങനെയാണ് ഒരുപാട് കഷ്ടപ്പാടില്ലാതെ തന്നെ നമ്മളെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നത്? മറ്റുള്ള വഴികളിലെ പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഭട്ടതിരി ഇനി വിശദീകരിക്കുന്നത്. മറ്റു വഴികളിലുള്ള ആ ഒരു കഷ്ടപ്പാടിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദീകരിക്കുന്ന 9-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് കേൾക്കാം. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിർയന്മലാ ബോധേ ഭക്തിപഥേദവാഭ്യുചിതതാമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താത്രത്വമൃതേ വിചിന്ത്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കർമ്മയോഗമൊക്കെ അനുഷ്ഠിച്ചാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവും.
പക്ഷെ അതുകൊണ്ട് എന്താ പ്രയോജനം? ജ്ഞാനത്തിന്റെയോ ഭക്തിയുടെയോ വഴിയിലേക്ക് പോകാനുള്ള ഒരു യോഗ്യത കിട്ടുന്നു, അത്രമാത്രം. ഇനി മറ്റു ചിലരുടെ കാര്യമോ? ഹൃദയത്തിൽ ഒട്ടും സ്നേഹമില്ലാതെ വരണ്ട തർക്കങ്ങളിലൂടെ മാത്രം ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് ലക്ഷ്യം നേടാൻ കഴിയുന്നത്. അതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത്. ഇപ്പോഴ് നമ്മൾ ഈ ദശകത്തിന്റെ അവസാന ശ്ലോകത്തിലേക്ക് എത്തുകയാണ്. ഭക്തിമാർഗത്തിന്റെ വിജയത്തെ ഘോഷിക്കുന്ന ശ്ലോകമാണിത്. ത്വദ്ഭക്തിസ്തു കധാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീമക്ലേശതസ്തൻവതീ സദ്യസിദ്ധികരീ ജയത്यै വിഭോ സൈവാസ്തു മേ ത്വത്പദപ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര. എന്നാൽ ഭഗവാനോടുള്ള ഭക്തിയുടെ കാര്യം അങ്ങനെയല്ല. ഭഗവാന്റെ കഥകളാകുന്ന ആ അമൃതപ്പുഴയിൽ ഒന്ന് മുങ്ങിക്കുളിച്ചാൽ മതി, ഒരു പ്രയാസവുമില്ലാതെ ഭക്തി നമ്മളിലുണ്ടാകും. അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ശുദ്ധമായ ജ്ഞാനത്തിലേക്കെത്തിക്കും. അതുകൊണ്ടാണ് ഭക്തിമാർഗം മറ്റെല്ലാറ്റിനും മുകളിൽ വിജയിച്ചു നിൽക്കുന്നത്. അവസാനം ഭട്ടതിരി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദങ്ങളിൽ എനിക്ക് തീവ്രമായ സ്നേഹമുണ്ടാകണമേ. ആ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം അലിയുന്ന അവസ്ഥ എത്രയും പെട്ടെന്ന് എനിക്ക് നൽകണമേ എന്ന്. അപ്പോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. കർമ്മത്തിന്റെയും ജ്ഞാനത്തിന്റെയും ആ കഠിനമായ വഴികളേക്കാൾ സ്നേഹത്തിന്റെ ഈ ലളിതവും മധുരവുമായ മാർഗം നമ്മുടെയൊക്കെ ജീവിതത്തെ എത്രമാത്രം പ്രകാശപൂർണമാക്കുമെന്ന്. ഭക്തിയുടെ ഈ മധുരമായ സന്ദേശം പോലെ കൂടുതൽ ദിവ്യമായ അറിവുകൾ നിങ്ങളിലേക്കെത്തിക്കാൻ ഞങ്ങളെ സഹായിക്കുമല്ലോ. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ജ്ഞാനകോശം ഒരു ബഹുഭാഷാ ചാനലാണ്. ഞങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, തമിഴ്, ഗുജറാത്തി, മലയാളം, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ ആത്മീയമായ അറിവുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഉടൻ തന്നെ കൂടുതൽ ഭാഷകൾ വരുന്നുമുണ്ട്. സനാതനധർമ്മത്തിലെ അമൂല്യമായ അറിവുകൾ ഏറ്റവും ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ചാനലിൽ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, മഹാഭാരതം, ലളിതാ സഹസ്രനാമം, ദൈവത്തിൻ കുറൾ, മഹാരാഷ്ട്രയിലെയും ബംഗാളിലെയും സന്യാസിമാരുടെ കഥകൾ, ആദിശങ്കരന്റെ ജീവിതകഥ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം ഒന്നിലധികം ഭാഷകളിൽ ലഭ്യമാണ്. ഞങ്ങളുടെ ഈ ശ്രമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ജ്ഞാനകോശം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയിപ്പുകൾ ലഭിക്കും. ഈ അറിവ് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കൊരുമിച്ച് സനാതനധർമ്മത്തിന്റെ വെളിച്ചം എപ്പോഴും പ്രകാശമാനമായി നിലനിർത്താം.